നമുക്ക് തരിക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കണേ, ഉദ്ദേശം 3 പേർക്കുള്ളത്. അപ്പം അതനുസരിച്ച് അതായത് 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ റവയാട്ടോ ഉപയോഗിക്കേണ്ടത്. ആ രീതിയിൽ എടുക്കണം. 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ റവ മതി. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം, ഏലക്കാപ്പൊടി ചേർക്കണം, നെയ്യുണ്ട്, പിന്നെ നട്ട്സ്, കിസ്മിസ്, ഏറ്റവും അത്യാവശ്യം വേണ്ടത് കുഞ്ഞുള്ളിയാട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാന്നേ. അപ്പം ഞാൻ ഇനി പാലടപ്പത്ത് വെക്കട്ടെ കേട്ടോ. പാലടപ്പത്ത് വെച്ചു. ഇനി പാലിനകത്തേക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഏലക്ക, 1-2 ഏലക്ക ഇടാം കേട്ടോ. ഏലക്ക പൊടിയാണെങ്കിലും ചേർക്കാം. ഞാനൊരു ഏലക്ക ഇടണുള്ളൂ കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് പിടിച്ചില്ലെങ്കിൽ എന്നാ ചെയ്യും, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഏലക്ക ഇട്ടു. ഇത് റവ 3 ടേബിൾ സ്പൂൺ റവയുണ്ട്. ആ റവയും കൂടെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ റവ വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. നമ്മൾ റവ വേവുന്ന വരെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആവശ്യത്തിന് ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്താണ്. ഞാൻ പഞ്ചസാര ഇച്ചിരി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് തരിക്കഞ്ഞി ശരിക്കും നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളതായിരിക്കണം കേട്ടോ. അല്ലാണ്ട് കട്ടിയായിട്ടിരിക്കരുത്. നല്ല ലൂസായിട്ട് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പാകത്തിനുള്ള, അതിനാ ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നോക്കണേ. നിങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട്. തരിക്കഞ്ഞി ആണ് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഈ വൈകുന്നേരം കുടിക്കുന്ന തരിക്കഞ്ഞിയാണ്. നല്ല ടേസ്റ്റായിട്ട് ഇതിനകത്ത് സേമിയൊക്കെ ഇട്ട് വേവിച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം അതിന് ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. അതായത് സേമിയയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഈ റവയുടെ കൂടെ. അപ്പം അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എൻ്റെ സേമിയ ഇരിപ്പില്ല, അതുകൊണ്ടാണ്. സേമിയ ഉണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. മധുരമൊക്കെ പാകത്തിന് ആയിരിക്കണം കേട്ടോ. ഒത്തിരി മധുരമല്ല, എന്നാൽ പാകം മധുരമായിരിക്കണം. ഞാൻ ഇച്ചിരി കുറച്ചാണ് ഇതിനകത്തിട്ടേക്കണേ. മോന് മധുരം വേണമെങ്കിൽ അവൻ അതിനകത്ത് ചേർത്ത് വേണമെങ്കിൽ കുടിച്ചോട്ടെ. എനിക്ക് ഇച്ചിരി ചെറിയ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ചാണ് ചേർത്തത് കേട്ടോ. അപ്പം ഇതാണ് ഇത്. ഈ റവയൊന്ന് വേവണം, ശരിക്കും ഒന്ന് വേവണം. അതുവരെ നമ്മൾ ഇതിനകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. ഇത് കണ്ടോ, കുറുകി, തരിക്കഞ്ഞി കുറുകി. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് കിസ്മിസ് ഒക്കെ ഇട്ട്, മുന്തിരിങ്ങില്ല, ഉണക്ക മുന്തിരിങ്ങ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുഞ്ഞുള്ളി ഇല്ലേ, കുഞ്ഞുള്ളി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കണം. വേണ്ട, ഒരു ബ്രൗൺ കളറായി. അതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഈ നെയ്ക്കകത്ത് ഉള്ളി വഴറ്റുന്ന ഒരു മണമൊക്കെ നമുക്ക് വരും. വെച്ച തരിക്കഞ്ഞിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നു. കണ്ടോ, ഇത്രേ പരിപാടിയേ ഉള്ളൂ, പണി തീർന്നു. രണ്ടാലും കുറുകി വന്നു. ഇതാണ് തരിക്കഞ്ഞി റെഡിയായിട്ടോ. നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ. എൻ്റെ തരിക്കഞ്ഞി റെഡിയായി. അപ്പം തരിക്കഞ്ഞി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് കഴിക്കാൻ. ഇതുണ്ട്, ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ മതി, നമുക്ക് വിശപ്പൊന്നുമില്ല പിന്നെ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി
അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അമ്പീസ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ബെൽ ബട്ടൺ അമർത്തണം, ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനത്തെ ഓരോ വിഭവങ്ങളുമായിട്ടൊക്കെ വരാം, ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്.